ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ രാവിലെ തന്നെ ഞാൻ പെഡിക്യൂറിന് ഇതുപോലെ പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ ഒരുങ്ങുന്നതെന്ന്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു പണി പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു, എൻ്റെ നെയിൽ പോളിഷ് ഇതുപോലെ പോയി. കാരണം ഇതാണ് സംഭവിക്കുന്നത്, ലാസ്റ്റ് മിനിറ്റ് നെയിൽ പോളിഷൊക്കെ ഇട്ടാൽ. ഈ ഒരു ബാഗ് കണ്ടോ, കഴിഞ്ഞ വർഷം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്കൊന്ന് അത് യൂസ് ചെയ്യാൻ പറ്റിയത്. സോ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആൻഡ് ഔട്ട്ഫിറ്റ്. ബ്രൈഡ് ഇതുപോലെ നമ്മളോട് ഡസ്കി പിങ്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനും മമ്മയും ഡസ്കി പിങ്കൊക്കെ കണ്ടുപിടിച്ച് നമ്മളിതുപോലെ ഇടുമായിരുന്നു. മമ്മയ്ക്ക് ഇതുവരെയായിട്ടും ഏത് ബാഗാണ് ഇതിൻ്റെ കൂടെ ഇടേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല. സോ നമ്മളിതുപോലെ വണ്ടിയിലിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല ഞാൻ ഓടിക്കുന്നതെന്ന്. സോ ഫൈനലി അവിടെ നിന്ന് എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ഉള്ളായിരുന്നു. വെരി ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആൻഡ് വെരി പിങ്കിഫൈഡ്. എൻ്റെ ഫേവറേറ്റ് കളറാണ്. സോ ഐ ലവ്ഡ് ഇറ്റ് എ ലോട്ട്. ഇതുപോലെ വളരെ ക്യൂട്ടായിട്ടുള്ള സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസിന് വേണ്ടിയിട്ടും, പ്ലസ് കോട്ടൺ ക്യാൻഡി. എനിക്ക് കോട്ടൺ ക്യാൻഡിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ആൻഡ് ആദ്യമേ തന്നെ ആപ്പറ്റൈസേഴ്സിലോട്ട് വന്നു. കണ്ടോ ഗൈസ്, പഴംപൊരി. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ദിസ് ഈസ് ദ ബ്രൈഡ് ടു ബി ആൻഡ് ദ ഗ്രൂം. വെരി വെരി ക്യൂട്ട് കപ്പിൾ. ആൻഡ് ഇതാണ് ഞാൻ ലേറ്റർ ഓൺ ലഞ്ചായിട്ട് കഴിച്ചത്. ഇവരുടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങാണ് ഓർമ്മ വന്നത്. ആൻഡ് ഇതുപോലെ കേക്ക് കട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി വെരി ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക്. സോ ഞങ്ങൾ ഇതുപോലെ തിരിച്ചു പിന്നെ വീട്ടിലോട്ട് വന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഗെറ്റ് 100 വിത്ത് മീ കാണിക്കാമെന്ന്. ഇതാണ് എൻ്റെ ഇയറിങ്സ് ഞാൻ ഇട്ടത്. ആൻഡ് ഇതുപോലെ തലയിൽ കുറേ ക്ലിപ്പും എന്തൊക്കെയോ ഞാൻ രാവിലെ ഇട്ടു. ആൻഡ് ഇത് ഹെയർ ടിൻസിലാണ് ഞാൻ ഇട്ടത്. ആക്ച്വലി ഇത് ഇവിടെ പിള്ളേരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആൻഡ് ഒത്തിരി എൻജോയ് ചെയ്തു. ബിക്കോസ് എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ബ്രൈഡൽ ഷവർ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊരു ചെറിയൊരു സംഭവമായിരുന്നു. ഇതൊരു സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു സംഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് ഒത്തിരി ഫണ്ണായിരുന്നു. എൻ്റെ റൂം ഒന്നും നോക്കണ്ട, നല്ല മെസ്സിയാണ്. സോ ഫൈനലി ഇതുപോലെ സ്ലോലി ഇങ്ങനെ അൺറെഡി ആവുകയാണ്. അപ്പോഴാണ് ചിന്തിച്ചു ഓക്കെ എൻ്റെ മേക്കപ്പ് കുറച്ചുകൂടി ഒരു ക്ലോസപ്പിൽ കാണിക്കാം. ഈ ബട്ടർഫ്ലൈ ആക്ച്വലി വാട്ടർ ടാറ്റു ആണ്, അല്ലാതെ എനിക്ക് ടാറ്റു ഇല്ല. ജസ്റ്റ് വെള്ളം കൊണ്ട് തുടച്ചാൽ തന്നെ പോവും. ആൻഡ് ഇതാണ് എൻ്റെ ഐ മേക്കപ്പ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ തിളങ്ങുന്ന ഐ മേക്കപ്പ് ഇടാനായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.